നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് പറയുന്നൊരു കാര്യമാണ്, സ്ത്രീകളായാൽ ഒരിച്ചിരി ക്ഷമയൊക്കെ വേണം. ആണുങ്ങൾക്കാകാം, അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പം ദേഷ്യം കൂടുമ്പോൾ ചിലപ്പം രണ്ടെണ്ണം തന്നിരിക്കും. പക്ഷെ നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ഭൂമിയോളം ക്ഷമിക്കണം. എങ്കിലും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക, വലിയ രീതിയിലൊന്നും കൊണ്ടുപോകാൻ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നത് അങ്ങനെ ഒരു പറച്ചിലാണേ. എൻ്റെ ദൈവമേ, ഞാനിത് കണ്ട് ഇത്രയും ക്ഷമയുള്ളൊരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവരെയൊക്കെ പൂവിട്ട് പൂജിക്കണം, സത്യം. আমার চোখের সামনে এসে খারাপ খাবো না। বস ওখানে বললাম ওখানে বস গেলটা করে আমি খাবো না বলছি যে আমি খাবো না। আমি 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 এখন হোটেলে গিয়ে খাবো। বস এখানে আমি বলে দিলাম, তুই যদি এক পা এখান থেকে বেরিয়েছিস আমি তরকারি ফেলেছিস তো আজকে আমি কেটে ফেলবো বলে দিলাম। বস এখানে বসতে বলেছি। আমার তুমি জোর করে খাও বাবা। তুই বসতে বলেছিস তোকে আমি। তুমি আমাকে জোর করে খাও বাবা। তোকে আমি বসতে বলেছি। তোর এত তেজ কোথা থেকে আসে, তুই খাবার এরকম করে এটাকে ফেলে দিলি? আরে তুমি আগে আগে আসছি চোখের জন্য। এখানে বস। তুই আমার জোর করে খাওয়াবা। বসে গেলে গলায় পড়া দিয়ে তোকে আমি খাওয়াবো আমি বলে দিলাম। দিন দিন তুই বহুত বার বেড়ে যাচ্ছিস, বহুত বার বেড়ে যাচ্ছিস তুই। আঙুল লাগাবে না কিন্তু, খবর আছে কিন্তু করে দিচ্ছি। আমি খাবো না বলতেছি, আমি খাবো না। তুমি খাও, তোমার শুকনো রুটি, তোমার বাসি তরকারি তুমি খাও, আমি খাবো না। রোগে ভুগলি কেটা রাখবে? রুটি খেলে কোন জানোয়ার রুটি খেলে রোগে ভোগে রে? কে রোগে ভোগে? খবর আছে করে দিচ্ছি, গায়ে হাত দেবো। উনি বাবা বস 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 বলেছি কিন্তু, বস। তোমার খবর আছে, আমার খাবারছো তো, তোমার খবর আছে করে দিলাম। ഗേൾ തുയ് ഗേൾ. വീഡിയോ കണ്ടോ? എങ്ങനെയുണ്ട്? എനിക്ക് ആ ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. വീഡിയോ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. വളരെ സ്നേഹത്തോടെ വൈഫ് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ഹസ്ബൻഡിന് അത്ര താല്പര്യം തോന്നില്ല. പുള്ളി അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് തട്ടി മുമ്പോട്ടങ്ങ് ഇട്ട് കൊടുത്തു. അതിൽ വൈഫ് വയലൻ്റ് ആവുന്നു. പിന്നെ അതിന് ശേഷം നടന്നതൊക്കെ അയ്യോ, അത് ഭയങ്കരം തന്നെ കേട്ടോ. പക്ഷേ ഹസ്ബൻഡ് ചെയ്ത രീതി ശരിയല്ല. കാരണം എങ്ങനെയാണെങ്കിലും ഒരാൾ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളത് കഴിക്കുക. അതിനെ ഒരു നിന്ദിച്ചതിനോട് സംസാരിക്കാൻ പാടില്ല, ഫുഡിനോടൊരു നിന്ന കാണിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അതാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ആ ചേച്ചി നന്നായിട്ട് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് വേറെ ഒന്നും പറഞ്ഞില്ല, തിരിച്ചെന്തൊക്കെയോ പറയുന്നേ ഉള്ളൂ. ചില ആണുങ്ങളാണെങ്കിൽ ആ സ്പോട്ടിൽ അടിച്ച് താഴെ ഇട്ടേനെ ഇല്ലേ? പക്ഷെ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ചേച്ചിയുടെ ഭാഗം ന്യായമാണ്. കാണാൻ രസവും ഉണ്ടായിരുന്നു. യക്ഷി എന്തുവാ നമ്മൾ പറയല്ലോ, നാഗവല്ലിയൊക്കെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ നാഗവല്ലി ഇല്ലേ?